ഇത് ഞാൻ പറയുന്നത് ട്രിപ്പ് പ്ലാനിനെ കുറിച്ചിട്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് ബോയ്സിന്റെ കാര്യം ഞാൻ അത്ര വലിയ എടുത്തു പറയുന്നില്ല, ഗേൾസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മളെ ട്രിപ്പിന്റെ പ്ലാൻ അങ്ങ് തുടങ്ങും. സ്കൂൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഉപ്പാൻ്റെ ഉമ്മാരോടെല്ലാം ചോദിക്കും ഒന്ന് ടൂർ പോയിക്കോട്ടെ. എന്നിട്ട് പറയും അതോ നമുക്ക് ആകെയുള്ളൊരു മോള പോവല്ലേ, വെള്ളത്തിലാക്കാൻ വീണ് വയ്ക്കണമെങ്കിൽ നമുക്ക് അതിന് വേറെ ആരുമില്ല എന്നിട്ട് ഒറ്റ കരച്ചില്ല. അതിൽ നമ്മൾ ഫ്ലാറ്റായിട്ട് പിന്നെ നിൽക്കും. അപ്പം പോകണ്ട, കുറച്ചും കൂടി വലുതായാലും നമുക്ക് പോയാൽ നമ്മൾ വലുതായില്ലെന്ന് നിൽക്കും. അപ്പോൾ യു പി സ്കൂളിലൊക്കെ നമ്മൾ ചെറിയ ടൂറിനെല്ലാം വരും കേട്ടോ, വീഗാലാൻഡ് വണ്ടർല അങ്ങനത്തെ സ്ഥലത്തെല്ലാം കൂടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറയും പിന്നെ കുറച്ചും കൂടി വലുതായി കോളേജിലെല്ലാം പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്താ സ്വന്തം പോകാലോ. വലിയ കുട്ടികളായാലും നമ്മൾ പുരയിലൊന്നുമില്ലല്ലോ, നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം പോകാം. ആ സമയത്ത് ചെല്ലുമ്പോഴേക്കാണ് പിന്നെ ഏടിയില്ലാത്ത ദാരിദ്ര്യം പിടിച്ച് ജീവിതരിക്കും. അതായത് ട്യൂഷൻ ഫീസ് തന്നെ എങ്ങനെയല്ലോ നടച്ചിട്ടിരിക്കും. ഹോസ്റ്റലിന്റെ പുറത്ത് നിന്നിട്ടും മറ്റേ പുറത്ത് നിന്നിട്ടും പിന്നെ പരീക്ഷ എഴുതാണ്ടെല്ലാം വന്നിട്ട് അലമ്പായിട്ടിരിക്കും ഒന്ന് കോളേജ് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും ഒരു കല്യാണം എല്ലാം കഴിയട്ടെ, എന്നിട്ട് ഓനോടൊപ്പം എന്താ ടൂർ പോകാതിരിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതിനും വലിയ ദാരിദ്ര്യം പിടിച്ച ലൈഫ് ആയിരിക്കും. ഒന്നിനൊരു സമയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആയിരിക്കും എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, ഒരു ജോലിയിലായി നല്ല പൈസ ഇല്ലാക്കിയിട്ട് എന്തൊക്കെ സ്വന്തം ടൂറോ ആരും വിളിക്കണ്ട, എല്ലാം സെറ്റാക്കി ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് എന്താക്കണം പോകും. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ ജോലി കുറച്ച് പൈസ ഇല്ലായല്ലേ നാട്ടിൽ ഒറ്റ ആൾക്കാരുണ്ടാവില്ല. എൻ്റെ അടുപ്പം തന്നെ പഠിച്ച എല്ലാ ആൾക്കാരും ലണ്ടൻ, ബ്രണ്ടൻ, ലുണ്ടൻ, ദുബായ് എല്ലാം പോയി. നാട്ടിൽ ഒറ്റ ടീംസിൽ ഞാൻ ശരിക്കും പഠിച്ചത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ വിചാരിക്കും. ആരെങ്കിലും ഒരാളെ നാട്ടിലിട ഇത് ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവില്ല, ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവുക. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ താജ്മഹലെല്ലാം കിട്ടിയവരുണ്ടാവില്ലേ, അതെന്ന് വെച്ചാൽ മുംതാസ് ഉള്ള സമയത്ത് പിന്നെ ഷാജഹാൻ ആ താജ്മഹൽ കിട്ടി ഇങ്ങനെ മുംതാസിനെ കാണുമെങ്കിൽ ശരി. ഇപ്പം ഇത് കാണുന്നില്ലല്ലോ, മുംതാസ് കണ്ടിക്കോ താജ്മഹൽ എന്താണ്. അതേപോലെ തന്നെ പൈസ ഉള്ളപ്പോൾ ടൂർ പോകാൻ പറ്റില്ല, ടൂർ പോകുമ്പോൾ പൈസ ഉണ്ടാവില്ല. ഒരു കഷ്ടമല്ലേ നമുക്കെല്ലാം. ഏടി പോകാനും പറ്റൂല, പോകാൻ പറ്റുന്ന സമയത്താണെങ്കിൽ സ്കൂൾ ഉണ്ടാവും, സ്കൂളില്ലാത്ത സമയത്താണ് മദർസ ഉണ്ടാവും. മദർസ സ്കൂൾ ഒപ്പം ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അസുഖം ഉണ്ടാവും. എന്തെന്നായത് ഇനി എപ്പോൾ നമ്മളൊന്ന് ഏതെങ്കിലും പോവുക എന്നോട് എല്ലാവരും പറയും.